മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 134 അടിയായി ഉയർന്നു. ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തുടരുന്നു. 136 അടിയിൽ ജലനിരപ്പെത്തിയാൽ സ്പിൽവേ ഷട്ടറുകൾ വഴി വെള്ളം പെരിയാറ്റിലേക്ക് ഒഴുക്കും. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി. രാഹുൽ, ഇപ്പോൾ എന്താണ് സ്ഥിതി? അവിടെ വൃഷ്ടി പ്രദേശത്ത് മഴയുണ്ടോ? സ്മിത, ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ മണിക്കൂറുകളിൽ പെയ്ത മഴയെ തുടർന്ന് ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തന്നെ തുടരുന്നു. 5400 ക്യൂസെക്സ് വെള്ളം ഓരോ മണിക്കൂറിലും ഒഴുകിയെത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ തമിഴ്നാട് 1867 ഘനയടി വെള്ളം മാത്രമേ നിലവിൽ കൊണ്ടുപോകുന്നുള്ളൂ. ഏതെങ്കിലും അത്യാവശ്യ സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുമുള്ളതാണ്. തമിഴ്നാട്ടിലെ വൈഗ ഡാമൊക്കെ തുറന്നിരിക്കുകയാണ്. ഒരുപക്ഷേ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി അത്തരമൊരു നടപടി സ്വീകരിച്ചേക്കും. കാരണം സ്പിൽവേ ഷട്ടറുകൾ വഴി പെരിയാറിലേക്ക് ജലം ഒഴുക്കുന്നതിന് തമിഴ്നാടിന് വലിയ താല്പര്യമുള്ള കാര്യമല്ല. അതുകൊണ്ട് അത്തരം നടപടികളിലേക്ക് പെട്ടെന്ന് പോകില്ല. ഒരുപക്ഷെ 136 അടിയിലേക്ക് ജലനിരപ്പ് എത്തുകയാണ് എങ്കിൽ റൂൾ കർവ് പരിധിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ റൂൾ കർവ് മാനദണ്ഡം പാലിക്കുന്നതിന്റെ ഭാഗമായി സ്പിൽവേ ഷട്ടറുകൾ വഴി വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ടി വരും. അല്ലെങ്കിൽ 136 അടിയിൽ തന്നെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനുള്ള നടപടി തമിഴ്നാട് സ്വീകരിക്കേണ്ടി വരും. അത്തരത്തിൽ ഏതെങ്കിലും വിധേന വെള്ളം കൂടുതലായി എത്തുകയാണെങ്കിൽ മാത്രം ആ സ്പിൽവേ ഷട്ടറുകൾ വഴി ഒഴുക്കുക, അല്ലെങ്കിൽ ആ സ്പിൽവേ തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടുക എന്നുള്ളതാണ് നിലവിലെ തീരുമാനം. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് ഇടുക്കി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ പെരിയാറിൽ ഉൾപ്പെടെ ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ്. അപ്രതീക്ഷിതമായി മഴ കനത്തു പെയ്താൽ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം കൂടി എത്തിയാൽ ഒരുപക്ഷെ ജലനിരപ്പ് കൂടുതൽ ആശങ്കപ്പെടുന്ന അളവിലേക്ക് ഉയരുമോ എന്നുള്ളൊരു പേടി നാട്ടുകാർക്കുണ്ട്. നിലവിൽ എന്തായാലും പേടിക്കേണ്ട എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. സ്മിത, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.